കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വ്യക്തിപരമായി ആ കുടുംബവുമായി ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും ഈ വീട്ടിൽ തന്നെ വരുന്നതിനും അവസരമുണ്ടായി. ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ മേഘനാഥിനെ 2 മാസം മുമ്പേ ഞാനിവിടെ നേരിട്ട് കണ്ടതാണ്. മേഘനാഥിൻ്റെ സഹോദരൻ അജയൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞാണ് ഞാൻ അന്നിവിടെ വന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഘടന മാറിയിരുന്നു. അപ്പോഴാണ് അസുഖത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു നടനാണ് മേഘനാഥ്. മമ്മൂട്ടി മുതൽ നമ്മുടെ കലാഭവൻ മണി വരെയുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് സിനിമാ മേഖലയിൽ തനതായൊരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബാലങ്ക നായരുടെ അവിസ്മരണീയമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് അതിനോട് മത്സരിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങളെ മേഘനാഥും തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു. ബാലങ്ക നായർ സിനിമാ മേഖലയിൽ വന്ന ഘട്ടത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന ഒട്ടേറെ പ്രതിസന്ധികൾ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നതാണ്. അതെല്ലാം ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ്. ഭരത് ബാലങ്ക നായരായി അദ്ദേഹം അവാർഡ് വാങ്ങാൻ ഡൽഹിയിൽ വന്ന സമയത്ത് എൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്. VIP ഗാലറിയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഗാലറി പാസ് അന്ന് ഞാൻ വാങ്ങിക്കൊടുത്തു. അതോടൊപ്പം തന്നെ TDP ആചാരി, അന്ന് ലോകസഭയിലെ ഒരു ട്രാൻസ്ലേറ്ററായിരുന്നു, പിന്നീട് ലോകസഭ സെക്രട്ടറിയായ TDP ആചാരി PT ഉഷ, ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ ഫ്ലാറ്റിൽ വെച്ചെടുത്തിരുന്നു. അസുഖം ബാധിച്ച് എന്നെ കാണാൻ ബാലങ്ക നായർ വീട്ടിൽ വന്നു. അപ്പം ഭക്ഷണം കൊടുത്ത സമയത്ത് പറഞ്ഞത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് രുചി അറിയാൻ കഴിയുന്നില്ല, ഒരു പ്രത്യേക അസുഖമായിരുന്നു. അങ്ങനെയുള്ള ഒട്ടേറെ ഓർമ്മകൾ ഇവരെ കാണുമ്പോൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ തിങ്ങി വരികയാണ്. ഇപ്പം കുടുംബാംഗങ്ങളെ കണ്ടു, അനുശോചനം രേഖപ്പെടുത്തി ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്.